അന്നേരേ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ഓടി വന്നേ. ഞാൻ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടേ, കാരണം ഞാൻ അന്നത്തെ വീഡിയോ അല്ലല്ലോ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ അത്രയും കൂട്ടം എൻ്റെ മെമ്മറിയിൽ പോയില്ല. ഇന്ന് അതായത് ഫെബ്രുവരി 6 ഡാഡിയുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ ഞാനത് അടുക്കളയിൽ നിന്നാണ് ഓടി. ഞാൻ ഈ വീഡിയോ എക്സ്പോർട്ടിങ്ങിന് ഇട്ടുകൊണ്ടിരുന്ന് പകുതി ആയപ്പോഴാണ് ഞാനിത് ഓർത്തത്. പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് ഈ വോയിസ് ഓവർ കൊടുക്കുക. ഞാനത് സ്റ്റാർട്ടിങ്ങിലെങ്ങാനും ഞാൻ ഇന്നലത്തെ വീഡിയോ മൊത്തം ഞാൻ ഇൻട്രോ പറഞ്ഞത് കൂടാതെ ഞാനിത് ഈ ക്ലിപ്പ് ഞാൻ സ്റ്റാർട്ടിങ്ങിലെങ്ങാനും ഇട്ടേക്കാം. കാരണം ഞാൻ ഇടയ്ക്കെങ്ങാനും കൊണ്ടിടുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വോയിസ് ഓവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ ആരെങ്കിലും സ്കിപ്പ് ചെയ്ത് കാണുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ല ഞാൻ എന്തോ പറഞ്ഞതെന്നും ഡാഡിയുടെ ബർത്ത്ഡേ ഇന്നാന്നും. സ്കിപ്പ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. അപ്പം ഡാഡിയുടെ ബർത്ത്ഡേ 90 വയസ്സ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഡാഡിയുടെ ആയുസ്സും ആരോഗ്യത്തിനും വേണ്ടിയൊക്കെ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ, അല്ലെങ്കിൽ ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ആൻറ്റി അങ്കിളുമൊക്കെ വന്ന് അതിൻ്റെ പിറ്റേന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം പിറ്റേന്നൊക്കെ അന്നത്തെ ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുക്കിംഗ് ആയിട്ടൊന്നുമില്ലായിരുന്നു. ഇവിടെ കുറച്ച് അടുക്കി പറക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൊച്ചുങ്ങൾക്ക് ടിഫിനൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ എടുക്കാൻ പോയില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കഴിഞ്ഞുള്ള വീഡിയോയാണ്. പിന്നെ ഇത്തിരി റെസ്റ്റൊക്കെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇച്ചിരി പെട്ടെന്ന് ചുമയൊക്കെ അങ്ങായിപ്പോയി. ഇന്നത്തെ ചപ്പാത്തി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അതുപോലെ അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേ. കൊണ്ടുവന്നത് അതുപോലെ ഇരിക്കുമായിരുന്നു. പ്രൈസമോൻ മാത്രമേ പ്രൈസമോനും അപ്പച്ചനും കഴിച്ചതേ ഉള്ളൂ. ബാക്കി അതുപോലെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാനതങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ അന്നേരം ഇന്നും പറയാൻ മറന്നുപോയി അവരുടെ അടുത്ത് വേണ്ടാന്നുള്ളത്. അപ്പം ചപ്പാത്തി എന്തോ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇന്ന് എല്ലാവർക്കും ഇന്ന് എഗ്ഗ് ചപ്പാത്തി ഇതുപോലെ അങ്ങ് ഉണ്ടാക്കുമായിരുന്നു. അപ്പം ടൊമാറ്റോയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് അതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊരു ബട്ടർ ചിക്കൻ സവാളയൊന്നും ഇതുപോലെ ഞാൻ വഴട്ടിയൊക്കെ അല്ല ഇത് ചേർത്തത്. വഴട്ടി പിന്നെ അരയ്ക്കുമല്ലായിരുന്നോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സബ്സ്ക്രൈബർ USA ഷീബ ബെന്നി. അപ്പോൾ പുള്ളിക്കാരി എനിക്കൊരു റെസിപ്പി ഇൻഗ്രീഡിയൻസ് സഹിതം എഴുതി വോയിസ് ഓവറൊക്കെ പറഞ്ഞ് തന്നു. അപ്പം ഞാൻ അന്ന് പിന്നെ ആൻറ്റിയൊക്കെ വന്നപ്പോൾ ഉണ്ടാക്കാഞ്ഞത് ചിലപ്പം ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. ഞാനതൊരു കൊച്ചു ക്വാണ്ടിറ്റിയിൽ അത് ഉണ്ടാക്കാമെന്ന് വെച്ച്. അതിൽ ഉള്ളിയൊന്നും നമുക്കിങ്ങനെ വഴറ്റിയൊന്നും ചെയ്യേണ്ട. എല്ലാം വളരെ പെട്ടെന്ന് ഈസി മെത്തേഡാണ്. പക്ഷേ എല്ലാം ചേർക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ മെത്തേഡ് ഇച്ചിരി ഡിഫറെൻ്റാണ്. അവരുടെ എല്ലാം ടിഫിനൊക്കെ ഒതുക്കി ഞാൻ ഡാഡിക്കൊക്കെ ചായ കൊടുത്തായിരുന്നു. ഞാൻ ചായ കുടിച്ചില്ല. അപ്പം ഞാനോടൊരു ചായ എടുക്കട്ടെ. തോരൻ വെക്കാനേ ഇന്നാളെ സ്പ്രൗട്ട് വെച്ചത് തോരൻ വെക്കും. ഇച്ചിരി ജീരകം ഇട്ട് ഇച്ചിരി കടുക് ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇന്നാളെ ഞാൻ ഇട്ടയാ, അതുകൊണ്ട് വീഡിയോ ഇട്ടതാ. എനിക്കറിയാം ഇത് നല്ലയാ. ചപ്പാത്തിക്കൊക്കെ ചോറിനും നല്ലയാ, നല്ല ഗുണമുള്ളതല്ല. ഇതിലേക്കൊരു 2-3 മീഡിയം സൈസിലെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, സ്വല്പം ഉപ്പിട്ട് വൃത്തിയായി വഴറ്റാം. സ്കൂളിന് വേണ്ടി തിന്നണമെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് എടുത്തിച്ചിരി മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ അവന് സമയമില്ല. കാരണം അവൻ രാവിലെ പോയാൽ ഒരു 7:30 ആകുമ്പോഴേ വരുന്നത്. പിന്നെ അന്നേരം അത് തിന്നാനൊന്നും അവൻ വന്നാൽ പിന്നെ ഈ രാവിലെ ഒന്നും കഴിക്കാതെ പോലെ പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് ഈ നാസ്ത പോലുള്ള ഇതല്ല ഉള്ളു. പിന്നെ വന്നവൻ എന്തെങ്കിലും ചോറെങ്ങാനും കഴിക്കും. അങ്ങനെ ഞാൻ ചിന്തിച്ച് ഇന്നെന്നാ എടുത്തതങ്ങ് കൂട്ടാൻ ഉണ്ടാക്കാമെന്ന്. ഇതിലോട്ട് ഒരു വലിയ ടൊമാറ്റോ,
ഇനി ഇതിലോട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചേ ഉള്ളൂ നമ്മുടെ മുളപ്പിച്ച പയറ് സ്പ്രൗട്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം പച്ചമണം പോട്ടെ. ഇതിവിടെ പ്രൈസിനേക്കാൾ ഇഷ്ടം പോളിനായത്, ഭയങ്കര ഇഷ്ടമാണ്, എത്ര കൊടുത്താലും കഴിച്ചോളും. അപ്പം ഇത് കുറച്ചേ ഉള്ളായിരുന്നു ഇന്ന്, ഞാൻ അവനും വേണ്ടി ഇച്ചിരി തിന്നാൻ എടുത്തതല്ലേ. പക്ഷേ ഈ കുറച്ചുണ്ടാക്കുമ്പോഴാണ് കുറേയും കൂടെ ടേസ്റ്റ്. ഇതിലോട്ട് സ്പ്രൗട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇതൊന്ന് വേകണമല്ലേ. ചപ്പാത്തി ഉണ്ടാക്കണം, ഒരു 10 ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി വാങ്ങിക്കുന്ന ആൻറ്റി എന്തോ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞ് ഇന്ന് ചപ്പാത്തി ഇല്ലെന്ന്. അപ്പച്ചന് ഉച്ചയ്ക്ക് ചപ്പാത്തി വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരമായി ഇത് കുഴച്ച് വെച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ആൻറ്റി ഉണ്ടാക്കുന്ന ചപ്പാത്തിയിൽ അത്രയും ചപ്പാത്തി പറ്റത്തില്ലത്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ചപ്പാത്തി സ്പ്രൗട്ട് കൂടെ ഒരു കണക്കിന് ഞാനങ്ങ് എടുത്തതാ. 3, 3, 6, 7, കറക്റ്റ് 10 ഉണ്ട്. 8 കണ്ടോ, ഒരു അന്താസിലങ്ങ് പൊടി എടുത്തതാ. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്കും സ്പ്രൗട്ട് ഞാൻ ചെറിയ തീയിലൊന്ന് ഇട്ടേക്കുമായിരുന്നു. അതിൽ വെള്ളമൊക്കെ ഇച്ചിരി വറ്റി. അപ്പം ഞാൻ ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം അതൊന്ന് ഇളക്കിയെടുക്കട്ടെ ഇച്ചിരി, എന്നിട്ട് അടച്ചിടാം. മല്ലിയില ഒന്ന് അതിൽ കിടന്നൊന്ന് വാടിക്കോട്ടെ. ചപ്പാത്തി, പുട്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ലാബ് പാതാമ്പറ മൊത്തത്തിൽ പൊടിയായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. എത്ര നമ്മൾ സൂക്ഷിച്ച് പലകയുടെ മണ്ടേ വെച്ച് ചെയ്താലും വീഴാനുള്ളത് എങ്ങനെയാണേലും വീഴും. പുട്ടുണ്ടാക്കുമ്പോഴും ഇതുപോലാണ്. പണ്ട് അടിക്ക് കൊടുക്കട്ടെ. ഇച്ചിരി ഈ അരി തിളച്ച ആ കലത്തിൻ്റെ മുകളിൽ വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. രസം വെക്കാനാ ഈ ഡ്രില്ലിൻ്റെ മെഷീൻ്റെ കേൾക്കുന്നത് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ എന്തോ പണി ചെയ്യുക എന്നുള്ള ഇതിൽ ചിന്തിക്കും. അപ്പം ഞാൻ ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ, പിഴിഞ്ഞൊന്ന് അരിച്ചെടുക്കട്ടെ. ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കാം. കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ, 1-1.5 ടേബിൾ സ്പൂൺ. പൂളിന് നല്ല ത്രോട്ട് പെയിനൊക്കെ, അപ്പം ഇച്ചിരി കൂടുതൽ ഇതാക്കി ഇട്ടങ്ങ് ഉണ്ടാക്കാം. ഇതിൻ്റെ അകത്ത് ഞാനൊരു 2-2.5 ടേബിൾ സ്പൂൺ പൊടി കുരുമുളക് ഇട്ടിട്ടുണ്ടേ, കുരുമുളക് പൊടി. ഇനി അത് തിളപ്പിക്കാം. അന്നേരം മീൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നാളി ഈ ആൻറ്റി വിളിച്ച്
ഒരു 2-3 കേരമീൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് എത്രത്തോളം അച്ചാറിന് എടുക്കാമോ അത്രയും അച്ചാറിന് എടുത്തിട്ട് ബാക്കി മുള്ളും തലയും അങ്ങനെയുള്ള കുറച്ച് പാർട്ടുകളുണ്ടായിരുന്നു. അത് ഞാനങ്ങനെ 2 കൂട്ടമായിട്ട് മാറ്റി വെച്ചായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നിന്ന് മീൻ കറി വെക്കാം, മീൻ വെട്ടേണ്ട സമയം പോകത്തില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മീൻ കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇന്നാളീ മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ച കപ്പ ഞാൻ എടുത്തില്ല. കപ്പ ഒരാഴ്ചയായി. അപ്പോൾ ഞാൻ എന്തോ ഇതൊന്നും ആ കപ്പ ഫ്രിഡ്ജിൽ ഇങ്ങനെ തറയിൽ നമ്മൾ പുറത്ത് വെച്ചിരുന്ന കറുക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനത് പൊളിച്ചങ്ങ് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പം പന്നലാവത്തില്ലല്ലേ. അത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നാളെ എങ്ങാനും ഒന്ന് എടുക്കണമെന്നുള്ള ചിന്ത ഉണ്ട്. നോക്കട്ടെ. കപ്പ ഉണ്ടെങ്കിൽ എത്ര വിശപ്പില്ലേലും എനിക്ക് അന്നേരം വിശപ്പ് വരും. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ബട്ടർ ചിക്കൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അന്നത്തെ ദിവസം ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചില്ല. കാരണം ബട്ടർ ചിക്കൻ എനിക്ക് അങ്ങോട്ട് കഴിക്കണം. കാരണം ഇത്രയും നമ്മൾ നിന്ന് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തപ്പോഴേ അങ്ങ് വല്ലാത്ത ഇതായിപ്പോയി. ഞാൻ അന്ന് എൻ്റെ വൈകുന്നേരം ഇച്ചിരി ബട്ടർ ചിക്കനൊന്നും എടുത്തില്ല. 2 പപ്പടവും ഇട്ട് ഇച്ചിരി അച്ചാറും കൂട്ടിയാണ് ഞാൻ ഒരു ഇച്ചിരിയും റൈസ് കഴിച്ചത്. പിറ്റേ ദിവസം ഞാൻ ബട്ടർ ചിക്കൻ എനിക്കങ്ങനെ അതിൻ്റെ ഇച്ചിരി ഗ്രേവി എടുത്തതേ ഉള്ളൂ. എനിക്കല്ലേലും ആ ചിക്കനോട് അത്ര ഇതില്ല. പക്ഷേ ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലേ, അതിഷ്ടമായി. അത് ഞാൻ അന്ന് എല്ലാം ഒരു ദിവസം എടുത്തില്ല. ഒരു ദിവസം ബട്ടർ ചിക്കൻ എടുത്തു, പിറ്റേ ദിവസം റോസ്റ്റ് എടുത്ത്. അപ്പോൾ ഓരോ ദിവസം ആകുമ്പം കുഴപ്പമില്ലല്ലേ, എനിക്കും നല്ലതല്ലേ. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചെടുക്കാതെ ഓരോ ദിവസം എടുത്ത്. അന്ന് ആൻറ്റിയൊക്കെ വന്ന് ആൻറ്റിയൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ട് നിന്നോണ്ടേ ഒരിക്കലും അതില്ലാത്ത. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കേരമീൻ വേണം, അതിന് അച്ചാർ ഇടാൻ കേരമീൻ കിട്ടുന്നില്ലെന്ന്. ആ മലാടിയിൽ നിന്ന് ആ മീൻകാരൻ ഫോൺ ചെയ്ത് പറഞ്ഞ് കേരമീനുണ്ട് വേണമെന്ന്. എന്തോ ചെയ്യും നമ്മൾ ആ സമയത്ത്. റയിച്ചാൻ തന്നെ പോയാലൊട്ട് ശരിയാവത്തുമില്ല. ഇവരെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞ് വേണ്ട, അസൗകര്യം ഉണ്ടെന്ന്. എന്തോ ഒരിക്കലും ഇത്രയും ദിവസം ഞാൻ പറഞ്ഞില്ലേ കേരമീൻ ഇപ്പം മലാടി വരുന്നില്ലെന്ന് തോന്നുന്നു. 1 വർഷമായി അതിൻ്റെ ഒരു അനക്കവും ഇല്ലെന്ന്. അപ്പോൾ ഇങ്ങനെ ഇവർ വന്ന് ഇങ്ങനെ അതിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് കാണാം. റീച്ചാന് ഫോൺ വന്ന പുള്ളിക്കാരൻ്റെ. അത് കഴിഞ്ഞൊന്ന് പോകാമെന്നും പറഞ്ഞിരുന്നേ. പക്ഷേ റീച്ചാനും രാവിലെ അങ്ങ് പോകും, പറ്റുന്നില്ല, അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. എനിക്കും ഇത്തിരി അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്നേലും ഞാൻ പറഞ്ഞില്ലേ മീനുള്ള മാർക്കറ്റ് ഞായർ, തിങ്കൾ, ബുധൻ, വെള്ളി ഇത്രയും ദിവസമാണ്. അല്ലാത്ത ദിവസങ്ങളിൽ പോയാൽ മീൻ ഉണ്ട്. പക്ഷേ അതനുസരിച്ച് നമുക്ക് ഇത്തിരി നല്ല മീനുകൾ കൂടുതൽ വേണമെങ്കിൽ ഈ ദിവസങ്ങളിൽ പോകണം. ഞാൻ മനഃപൂർവ്വം അങ്ങനെ രസം വെച്ചതാണ്. പോളിന് ഭയങ്കര ത്രോട്ട് പെയിൻ. ഞാൻ അവനോട് പറഞ്ഞ് നീ ചോറിലൊഴിച്ചില്ലെങ്കിൽ ഇത്തിരി അങ്ങ് കുടിക്കുമെന്ന് പറഞ്ഞ്. ഈ ഇഞ്ചിയും കുരുമുളകും ഒക്കെയല്ലേ, അപ്പം നല്ല ത്രോട്ടിനൊരു നല്ല ആശ്വാസം കിട്ടും. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി മല്ലിയിലയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ഇതിലോട്ട് ഇച്ചിരി ഞാൻ ആ വെളുത്തുള്ളി ഒന്ന് ചതച്ചിടേണ്ടതായിരുന്നു. ഞാനങ്ങ് മറന്നുപോയി. ചതച്ചിട്ടാൽ കുറേയും കൂടെ ടേസ്റ്റ്, അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങുമല്ലേ. അപ്പോൾ ഇതിനൊന്ന് കടുകൂടെ വറുത്തിട്ട് രസത്തിലോട്ടൊഴിക്കട്ടെ. മീൻകറി വറ്റിയായിരുന്നു. ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ സ്ഥിരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന കുറേ സ്ഥിരം പഴയ ആൾക്കാരെ ഒന്നും കാണുന്നില്ല ഇപ്പം. എന്തി എല്ലാവരും വീഡിയോ കണ്ട് ബോറായോ? കാണാനില്ലല്ലേ. എന്നാൽ ഇപ്പോഴും നമ്മളെ പഴയതുപോലെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ടേ. കഴിഞ്ഞ ദിവസം കമൻറ്റ്, എന്തിനാ വിജി ടെൻഷൻ എടുക്കണേ, ഞങ്ങൾ കൂടെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. മനസ്സിനൊരിത്, നമുക്കാരൊക്കെയോ എവിടേക്കോ നമ്മളെ താങ്ങുന്നുണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പം. അപ്പം ഞാൻ കായപ്പൊടിയൊക്കെ ഇട്ട് ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ, രസത്തിലോട്ട്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.